ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് സ്കൂളിൽ നേരത്തെ പോകേണ്ട ദിവസമാണ്. നേരത്തെ ഒന്നുമില്ല, നമ്മൾ സാധാരണ പോകുന്ന ടൈം തന്നെയാണ്. സ്കൂളിൽ നേരത്തെ ബെല്ലടിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7:15 നമ്മളാണ് എണീറ്റപ്പോൾ അമ്മ ശീബോധിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ മറ്റേ നമ്മുടെ മൾബറി ഉണ്ടായിരുന്നു. അതിൽ 2 നല്ലോണം പഴുത്തിട്ടുണ്ട്. ഒന്ന് നല്ല പഴുപ്പായിണ്ടേ. അപ്പോൾ ഞാനത് മെല്ലെ പറിച്ചു. പക്ഷെ അത് ഭയങ്കര പുളിയും ഭയങ്കര കയ്പും. അപ്പോൾ എന്തായാലും ഞാൻ കുടുങ്ങും ചെയ്തു. അങ്ങനത്തെ അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞ് അകത്ത് പോയി അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്കാക്കി, ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി, അത് കുടിച്ചു. അടുക്കളയിൽ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇടയ്ക്ക് ചാർജ് തീർന്നപ്പോൾ ചാർജറിലൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് കിങ്ങിണീൻ്റെ കുളി കഴിഞ്ഞോളൂ ചായ കുടിച്ചു. ഞാൻ കഞ്ഞി കേട്ടോ കുടിക്കണേ, കർക്കിടക കഞ്ഞി എന്ന് പറയും. ഉലുവയൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്നും ഇത് കുടിക്കില്ലായിരുന്നേ. പക്ഷെ ഇപ്പം എന്തോ വല്ലാത്തൊരു ടേസ്റ്റാണ്. നല്ല ക്രീമി ടെക്സ്ചറിൽ അവളെ അമ്മ ഉണ്ടാക്കുക. അപ്പം അത് കുടിക്കും. പിന്നെ അമ്മണീൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഓരോ മാറ്റുകയാണ്. പോവാനുള്ള ഒരുക്കത്തിൽ നമ്മൾ 3 പേരും കൂടെ ഒരുങ്ങല്ലോ. കിങ്ങിണീൻ്റെ നെറ്റിയിലും മുറിയെറ്റിയൊന്നല്ല കേട്ടോ, അത് പൊട്ട് തൊടാനുള്ള പുതിയ എന്തോ ഒരു ട്രിക്കാണെന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കണ്ട് ഇരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ 2 ആളും ലിപ്സ്റ്റിക്കിന് പകരം ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ആ ലിപ് ബാം ഓരോന്നും ഉണ്ടാക്കിയതാട്ടോ. നമ്മുടെ ബീട്രൂട്ട് കൊണ്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കുറച്ച് കൂടിപ്പോയി. മേലിട്ടില്ല, താഴെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് മിക്ക ദിവസവും മഴ മാറി നിൽക്കുക. പക്ഷെ ഇന്ന് ആ സമയത്ത് ഭയങ്കര മഴ. കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി. പിന്നെ കുടയൊക്കെ നിർത്തി ഇറങ്ങാമെന്നുള്ള മട്ടെത്തിയപ്പോഴത്തേന് മഴ കുറയുകയും ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ നേരെ മുന്നിലുള്ള ഇടവഴിയിൽ അത്യാവശ്യത്തിന് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞങ്ങനെ പോവാൻ കേട്ടോ. നമ്മൾ ഇവിടുന്ന് അധികം പോകുമ്പോൾ ഓട്ടോനാട്ടോ പോവുക. ബസ് ഒരു 9:15 ആകുമ്പോൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഓട്ടോനാണ് പോവുക. അതും ചില ഓട്ടോക്കാർ നിർത്തൂല. അപ്പം മക്കളായിട്ട് കയറുമ്പോൾ പൈസ തരില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ കറക്റ്റ് 20 രൂപ കൊടുത്തിട്ടാണ് പോവാറ്. അതായത് 2 ആളുടെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പോവാറ് ഓട്ടോയിൽ. അങ്ങനെ ഇന്നിപ്പോൾ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയിൽ ഇവരുടെ സ്കൂളിൽ തന്നെ വേറൊരു കുട്ടി അമ്മയും കയറുന്നുണ്ടായിരുന്നേ. എന്തായാലും നമ്മളതൊക്കെ കഴിഞ്ഞ് ഇവരവിടെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ. ഞാനാണെങ്കിൽ ഇന്ന് അവിടെ ഓഫീസിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ബോറടിച്ച് ചാവും. അതുവരെ നടക്കും വേണം. ഇവിടെ സ്കൂളിലാക്കിയിട്ട് ഇവിടുന്ന് SBIൻ്റെ അങ്ങോട്ടേക്ക് നടക്കണം, ബൈപ്പാസിലോട്ട്. എന്തായാലും കുറേ നടന്നു. ഞാൻ അവിടെ എത്തി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓണർ വന്ന് ഷട്ടർ തുറക്കണമായിരുന്നു. അപ്പോൾ ഷട്ടർ തുറക്കണ വരെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടോ. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ചാടി കയറി വന്നത്. കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു 2-3 മാസം ആയിട്ടുള്ളൂ. അപ്പം അങ്ങോട്ട് ഏറ്റെടുത്തും കണ്ടൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻ്റ് ആയിട്ടുമില്ല. എന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഇതാണ്. ഇവിടെ വന്നാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് കലാപരിപാടികളാണ് കാണിച്ചത്. ഒരു ഫോൾഡർ ഉണ്ട്, എൻ്റെ ഫോൾഡറാണ്. അപ്പോൾ ആ ഫോൾഡറിനകത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് പോകുന്നത് ഓരോന്ന് വല്ലപ്പോഴൊക്കെ ഫ്രീ ആവുള്ളൂ. ആ ഫ്രീ ആവുന്ന ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുണ്ടോ ഞാൻ കാണിച്ചു. അപ്പം ഇതൊക്കെയാട്ടോ ഞാൻ ചെയ്യണ കലാപരിപാടികൾ എന്ന് പറയാം. വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കുറേ പേരുകളും കൊടുത്ത് എന്തൊക്കെയോ കുത്തി കയറ്റി ഇങ്ങനെ ഇടും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണ് കളിച്ചു. അപ്പം ഞാൻ സാംസങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സാംസങ് കൊണ്ടുപോയതുകൊണ്ട് 2 ഫോണിലും വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പോൾ നോക്കുമ്പോഴാണ് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മൾ എന്നോ ഒരു ദിവസം ഇട്ടിരുന്നത്, ഒരു 3-4 മാസം മുന്നേ അങ്ങോട്ട് ഇട്ടിരുന്നതുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. ആ വീഡിയോക്ക് 3.9 ലാക്ക് വ്യൂ ആയിട്ടുണ്ട്. എത്രയോ 14K അങ്ങനെ എന്തോ ഒരു ലൈക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് ഉച്ചയായി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ AI വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് നമ്മുടെ ഒരു ചെറിയ സ്റ്റോറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്ത് അതൊക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ പോകാനുള്ള ഒരുക്കമായി തുടങ്ങി. 4:30 ആകുമ്പോഴത്തേനും ഞാൻ ഇറങ്ങും കേട്ടോ. അപ്പോഴേക്ക് പിന്നെ ഒരു മഴ പെയ്ത് തോർന്നു. എന്തായാലും 4:30 കറക്റ്റ് സമയത്തപ്പോൾ മഴ നിന്നപ്പോൾ ഞാൻ എല്ലാം ഇറങ്ങും ചെയ്തു കേട്ടോ.